ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഒരു വലിയ ചൂണ്ടുപലകയാണ്. നമുക്കറിയാം, എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അനവധി പേർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറുകണ്ഠം ചാടാറുണ്ട്. പക്ഷെ നമ്മൾ ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ മുൻകാലങ്ങളിൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഏതു മുന്നണിക്കൊപ്പമാണോ ആ മുന്നണി അധികാരത്തിൽ വരുമെന്നൊരു വിശ്വാസം രാഷ്ട്രീയക്കാർക്കിടയിലുണ്ടായിരുന്നു. ഇന്ന് ഈ രണ്ടുപേരും എടുക്കാച്ചരക്കായി മാറി. ഇന്ന് അങ്ങനെയുള്ള വിശ്വാസം ആർക്കുമില്ല. ഇപ്പോൾ ആകെയുള്ളൊരു വിശ്വാസം മോദി വീണ്ടും വരുമെന്ന് തന്നെയാണ്. പ്രതിപക്ഷത്തിനും അതിൽ സംശയമൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷ പാർട്ടികളിലെ പല നേതാക്കളും മറുകണ്ഠം ചാടിത്തുടങ്ങുന്നത്. കാരണം ഇപ്പോഴേ ചാടിയെത്തിയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നാണ് കൂടുതൽ പേരും ധരിച്ചു വച്ചിരിക്കുന്നത്. ഏതായാലും ഇതൊരു വലിയ ട്രെൻഡാണ്, ഇല്ലെങ്കിൽ ഒരു പ്രതിഭാസമാണ് എന്ന് പറയേണ്ടി വരും. കാരണം മുൻകാലങ്ങളിലൊക്കെ നമുക്കറിയാം, നേതാക്കന്മാരും മറ്റുമൊക്കെ സീറ്റ് കിട്ടാത്തവരുമൊക്കെ വളരെ കുറച്ച് പേര് മാത്രമാണ് ഓരോ പാർട്ടികളിലും അധികാരത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള പാർട്ടികളിലൊക്കെ മാറിയിരുന്നെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. ഒരു സംസ്ഥാനത്തെ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടത്, ഏതാണ്ട് അടപടലം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ബി ജെ പിയിലോട്ടോ ഇല്ല ശിവസേനയിലോട്ടോ ചേരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതൊരു ട്രെൻഡായി മാറുകയാണ് എല്ലായിടത്തും. ബി ജെ പി ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ എന്നറിയില്ല. അവരുടെ തുടക്കം മുതലേ അവരുടെ പോളിസി ഒരു പ്രത്യേക തരത്തിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അവർ പറയാറുള്ളത്, പ്രത്യേകിച്ച് എ.ബി. വാജ്പേയി എപ്പോഴും പറയാറുള്ള കാര്യം, രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല, പകരം എതിരാളികൾ മാത്രമേ ഉള്ളൂ. ഈ സ്പോർട്സിലും മറ്റുമൊക്കെ അങ്ങനെയാണല്ലോ, ശത്രുക്കളില്ല, എതിരാളികളാണ്. ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന അവർ എതിരാളികളാണ്, 1-2 സ്ഥാനം കിട്ടുന്നത്. അതുകൊണ്ട് ശത്രുക്കൾ ഇല്ല എന്നാണ്. എന്നാൽ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് CPM അടക്കമുള്ള പാർട്ടികൾ തങ്ങളുടെ എതിരാളികളെ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. വർഗവഞ്ചകരെന്നും വർഗശത്രുക്കളെന്നും ഒക്കെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ BJP അത് പറയാറില്ല, പകരം എതിരാളികൾ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, എതിരാളികളുമായി ഏതു സമയവും സൗഹൃദത്തിലെത്താൻ എളുപ്പമാണ്, ശത്രുക്കളുമായി സൗഹൃദത്തിലെത്തുക എളുപ്പമല്ല. അത് BJP പലവട്ടം തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. അവർ തന്നെ പറയുന്ന മറ്റൊന്നുണ്ട്, രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടാത്തവരായി ആരുമില്ല എന്ന്. ജമ്മു കാശ്മീരിൽ മോരും മുതിരയും പോലൊരു സഖ്യം അവർ രൂപീകരിച്ചിരുന്നു. PDPയുടെ, അതായത് മെഹബൂബ മുഫ്തിയുടെ PDP BJP ചേർന്ന് ഭരിച്ചു. BJPയുടെ അടിത്തറ ആ കാലം കൊണ്ട് അവിടെ വിപുലീകരിച്ചു എങ്കിൽ പോലും നാം ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഐക്യവും ഇല്ലെങ്കിൽ ആ പ്രതീക്ഷിക്കാത്ത ഒരു സഖ്യവുമായിരുന്നു. കാരണം ഒരിക്കലും ഒത്തുചേരാത്ത രണ്ട് ഐഡിയോളജി. ഒന്ന്, കാശ്മീരിന് വേണ്ടി വാദിക്കുന്ന വിഘടനവാദികൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന മെഹബൂബ മുഫ്തിയും അവരുടെ പാർട്ടി PDPയും, എന്നാൽ ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന BJPയും എങ്ങനെ ഒത്തുചേർന്നു എന്ന് ചോദിച്ചാൽ അത് BJPയുടെ ഒരു പുതിയ രാഷ്ട്രീയ ശൈലിയാണ്. അതായത് രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടാത്തവരില്ല, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ശത്രുക്കളും ഇല്ല. ഏതു സമയവും അനുദിനം മാറി മറിയും രാഷ്ട്രീയം, സാഹചര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും. ഇത് നാം ബീഹാറിലും കണ്ടതാണ്. നിതീഷ് കുമാറുമായി ഇണങ്ങിയും പിണങ്ങിയും അവർ പലവട്ടം ഭരിച്ചു. ചില സമയത്തൊക്കെ നിതീഷ് കുമാറുമായുള്ള പിണക്കം കണ്ടാൽ ജീവിതകാലത്ത് നിതീഷിനെ BJP അടുപ്പിക്കില്ല എന്ന് തോന്നും. പക്ഷേ നിതീഷിന് വീണ്ടും എത്തും, BJP അടുപ്പിക്കുകയും ചെയ്യും. ഇത് തന്നെ നാം പലയിടത്തും കണ്ട ഒരു കാഴ്ചയാണ്. പക്ഷേ ഇപ്പോൾ അതല്ല ട്രെൻഡ്. പകരം ഓരോ പാർട്ടിയിലെയും പ്രമുഖരായ നേതാക്കളും അണികളും അടക്കം കൂട്ടത്തോടെ വന്ന് BJPയിലേക്ക് ജോയിൻ ചെയ്യുന്ന കാഴ്ചയാണ്. അത് BJP കൂടുതൽ ശക്തിപ്പെടുത്തും. 3ാം മോദി മന്ത്രിസഭ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും തർക്കമില്ല. പക്ഷേ 3ാം മോദി മന്ത്രിസഭ അധികാരത്തിലെത്തുന്നത് ഈ രാജ്യത്ത് പുതിയൊരു യുഗത്തിന് തുടക്കമായിരിക്കും. അതായത് പിന്നീട് ഒരു 25 കൊല്ലത്തേക്ക് കാവി പാർട്ടിയെ താഴെ ഇറക്കാൻ കഴിയാത്ത വിധം ശക്തമായ രീതിയിലൊരു പോക്കായിരിക്കും ഈ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം മോദിയും മോദി നയിക്കുന്ന BJP സർക്കാരും. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ പല പാർട്ടികളും തകർന്നടിയും. നമുക്കറിയാം, നോട്ട് നിരോധനം വന്നപ്പോൾ തന്നെ BSP അടക്കമുള്ള പല പാർട്ടികളും അതോടുകൂടി തന്നെ ഇല്ലാതായി. ചെറു പാർട്ടികൾ ഇന്ന് ഏറെക്കുറെ ഇല്ലാതായിരിക്കുന്നു. ഇനി 3ാം ഊഴത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് പോലെയുള്ള വൻകിട പാർട്ടികളുടെ ഗതിയും അതുതന്നെയായി മാറും. അവശേഷിക്കുന്നത് CPM പോലെ ഏതെങ്കിലും ഒരു തുരുത്തിൽ അവശേഷിക്കുന്ന ചില പാർട്ടികൾ മാത്രമായിരിക്കും. ആ പാർട്ടികൾക്ക് ദേശീയ തലത്തിൽ വലുതായി ഒന്നും ചെയ്യാനുമില്ല. ഈ ഒരു ട്രെൻഡ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അടപടലം ആളുകൾ ഒഴുകി എത്തുന്നത്. ഇതൊരു നല്ല ട്രെൻഡാണോ മോശം ട്രെൻഡാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇത് ജനാധിപത്യമാണ്. ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷം കൂടി ഉണ്ടെങ്കിലേ ഭരണത്തിനൊരു സുഖമുണ്ടാകുകയുള്ളൂ. ഭരണപക്ഷം അപ്രമാദിത്വം തുടരുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഏകാധിപത്യമെന്നൊക്കെ തോന്നിപ്പോകുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ നീങ്ങാം. ഏതായാലും കോൺഗ്രസിനെ പോലൊരു പാർട്ടി അതിൻ്റെ അടിത്തറ തന്നെ ഇളകി തുടങ്ങുന്നു എന്ന് മാത്രമല്ല, അടിത്തറ തന്നെ ഒഴുകിപ്പോകുന്നു എന്ന് നാം പറയേണ്ടി വരും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ നേതാക്കൾ തന്നെയാണ്.
കെടുകാര്യസ്ഥതയാണ് മുഖമുദ്ര. അതായത് ചെറിയ പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് അത് വലിയ പ്രശ്നങ്ങളാക്കുകയും അവർ പോയി കഴിയുമ്പോഴും പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഹൈക്കമാൻഡ്. മുമ്പ് ഹൈക്കമാൻഡ് എന്ന് കേട്ടുക ഈ രാജ്യത്ത് എല്ലാവരും ചെവി കൊടുക്കുമായിരുന്നു. ഇന്ന് ഹൈക്കമാൻഡ് കോമഡിക്കാർക്ക് പോലും വേണ്ടാത്തൊരു വാക്കായി മാറിയിരിക്കുന്നു. ഇവിടെയാണ് BJP അവരുടെ അപ്രമാദിത്വം തുടരുന്നത്. നമുക്കിപ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ലക്ഷ്യം 400 സീറ്റാണ്. അതിനവർ ചെയ്യുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ചെറുതും വലുതുമായി കയ്യിൽ കിട്ടാവുന്ന എല്ലാ പാർട്ടികളെയും, മധ്യപ്രദേശിലും രാജസ്ഥാനിലും അവർ ചെറിയ പാർട്ടികളെ കൂടെ കൂട്ടുക മാത്രമല്ല സാമുദായിക പാർട്ടികളെ കൂടെ നിർത്തുകയും കൂടി ചെയ്യുന്ന ഒരു രീതി. അതുമാത്രവുമല്ല, അവർ ചെയ്തിരിക്കുന്ന പുതിയ പ്ലാൻ ഓരോ മണ്ഡലത്തിലും 20,000 വോട്ടുകളോ അതിലധികമോ ഉള്ള സമുദായങ്ങളെ അവർ വിവിധ തരങ്ങളായി തിരിച്ച് പഞ്ചായത്ത് തലങ്ങളും മണ്ഡല തലങ്ങളുമായി തിരിച്ച് 250 പേരുള്ള ഗ്രൂപ്പുകളാക്കി അവർക്കൊരു ലീഡറാക്കിക്കൊണ്ട് അവരോടൊപ്പം നിർത്തുന്ന ഒരു രീതി. അതായത് ഈ രാജ്യത്തെ ഏതാണ്ട് ഒരു 50% ആളുകളെ തങ്ങളുടെ വോട്ടർമാരാക്കി മാറ്റുക എന്നത് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അങ്ങനെ ആക്കിയാൽ കാലാകാലങ്ങളിൽ അവർക്ക് ഭരിക്കാൻ കഴിയും. അതുതന്നെയാണ് അവർ കാലങ്ങളായി പണിയെടുക്കുന്നത്. ഏതായാലും ഇതൊരു പുതിയ ട്രെൻഡാണ്. മഹാരാഷ്ട്ര നമ്മൾ കണ്ടു. വൈകാതെ കർണാടകത്തിലും നമുക്കിത് കാണാൻ കഴിയും. കർണാടകത്തിലെ കോൺഗ്രസും ഒന്നുകിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപോ അല്ലെങ്കിൽ അതിന് ശേഷമോ ആടാപടലം BJP ആയി മാറുന്ന കാഴ്ച കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ 3ാം മോദി മന്ത്രിസഭ അധികാരത്തിലേറിയതിനു ശേഷം ഈ രാജ്യത്തുള്ള പല സർക്കാരുകളും, അതായത് പ്രതിപക്ഷ സർക്കാർ ഒന്നടങ്കം കാവി പതാക പുൽകുന്നതും കാണാൻ കഴിയും. ഈ ട്രെൻഡ് എത്ര നാൾ നിൽക്കും എന്ന് പറയാൻ കഴിയില്ല. കാരണം എല്ലാവരും പോയി കഴിഞ്ഞാൽ കടയടയ്ക്കാനല്ലേ മറ്റുള്ളവർക്ക് കഴിയൂ. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.